നിങ്ങളുടെ കുട്ടിക്ക് പഠനത്തിൽ മടി, അലസത എന്നിവ ഉണ്ടോ? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നമുക്കറിയാം ആശ്വാസന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുട്ടിക്ക് പഠനത്തിൽ മടി, അലസത, താല്പര്യക്കുറവ് എന്നിവ ഉണ്ടോ? ഒരാളുടെ ജാതകമനുസരിച്ച് അടിസ്ഥാന വിദ്യാഭാവമായ രണ്ടാമിടത്ത് ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെ പാപഗ്രഹം നിൽക്കുക, പാപഗ്രഹങ്ങൾ രണ്ടാമിടത്തേക്ക് നോക്കുക, വിദ്യാകാരകനായ ബുധൻ 6, 8, 12 ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുക, വിദ്യാകാരകനായ ബുധന് മൗഢ്യമുണ്ടായിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ കുട്ടികൾക്ക് പഠന താല്പര്യക്കുറവുണ്ടാവുകയും അലസ മനോഭാവം കാണിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. അതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയമല്ല പഠനത്തിനായി തിരഞ്ഞെടുത്തതെങ്കിലും അവർ അതിൽ താല്പര്യം കാണിക്കാതെ മടിയും അലസതയും ഒക്കെ കാണിക്കാറുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളുടെ ജാതകം പരിശോധിച്ച് അവർക്ക് അനുയോജ്യമായ വിഷയം ഏതാണ് എന്ന് കണ്ടെത്തുകയും അതോടൊപ്പം വേണമെങ്കിൽ ഇന്ന് ആധുനിക രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ മേഖല ഏതാണെന്ന് കണ്ടെത്തുകയും അതിനെ പാഠ്യവിഷയമായി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അവരിലുള്ള പഠന തടസ്സക്കുറവ് മാറ്റാൻ സാധിക്കുന്നതാണ്. ബുധന് മൗഢ്യമുള്ള ജാതകർക്ക് അല്ലെങ്കിൽ ബുധൻ 6, 8, 12 മറഞ്ഞു നിൽക്കുന്ന ജാതകരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വേണ്ട കോൺസെൻട്രേഷൻ ലഭിക്കാതിരിക്കുകയും അവർക്ക് പാഠ്യ ഇതര വിഷയങ്ങളിലേക്ക് താല്പര്യം കൂടുതൽ കാണിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. അവരുടെ ഇങ്ങനെയുള്ള ജാതകർ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷന് വെളിയിൽ നിന്നുള്ള മറ്റ് പാഠ്യ ഇതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉന്നത വിദ്യയ്ക്ക് വിദ്യാകാരകനായ ബുധന്റെ ആനുകൂല്യവും അതിൻ്റെ ബലവും വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ആ ബുധഗ്രഹത്തിന്റെ മൗഢ്യം 6, 8, 12 മറഞ്ഞ ഭാവസ്ഥിതി ഇതുകൊണ്ട് അവർക്ക് പഠന വിഷയങ്ങളിൽ താല്പര്യക്കുറവുണ്ടാകുന്നു. ഇത് പരിഹരിക്കാനായി ജ്യോതിഷവശാൽ പരിഹാരമായി ബുധനാഴ്ച ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ബുധഗ്രഹത്തിന് അർച്ചന നടത്തുക, ബുധനാഴ്ച ദിവസം മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക, വിദ്യാദേവതയായ സരസ്വതിയുടെ സ്തോത്രങ്ങളും മൂലമന്ത്രങ്ങളും നിത്യവും ജപിക്കുന്നതും അതോടൊപ്പം ആ വ്യക്തികളുടെ ജാതകം പരിശോധിച്ച് അനുയോജ്യമാണെങ്കിൽ വിദ്യാകാരകനായ ബുധന്റെ കല്ലായ മരതകക്കല്ല് 2 ക്യാരറ്റ് തൂക്കമുള്ളത് മോതിരമാക്കി വലത് കൈയിലെ ചെറുവിരൽ ധരിക്കുന്നതും വിദ്യാ തടസ്സം മാറുവാനായി ഉത്തമമായ പരിഹാരങ്ങളാണ്. അതോടൊപ്പം വേണമെങ്കിൽ ഒരു വിദഗ്ധനായ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടുന്നതും ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കി ആ മേഖലയിലൂടെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവരുടെ പഠന തടസ്സങ്ങളും താല്പര്യക്കുറവുകളും മാറ്റി അവരെ പഠനത്തിൽ മിടുക്കരായി മാറ്റാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം കുട്ടികളെ അതിരാവിലെ എണീറ്റ് പഠിക്കുവാനായി പ്രേരിപ്പിക്കുക. അതിരാവിലെ എണീറ്റ് പഠിക്കുന്നത് ബുദ്ധികൂർമ്മതയ്ക്കും ഓർമ്മശക്തി വർദ്ധിക്കുവാനും ഉത്തമമായി കണ്ടുവരുന്നു. വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ പേരിലുള്ള സരസ്വതി യാമത്തിൽ ഉണർന്നെണീറ്റ് പഠിക്കുന്നതും വിദ്യാ പുരോഗതിക്ക് വളരെ ഉത്തമമായി കണ്ടുവരുന്നു. സൂര്യോദയത്തിന് 3 മണിക്കൂർ മുന്നെയാണ് സരസ്വതി യാമം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സരസ്വതി യാമ സമയത്ത് ഉണർന്നെണീറ്റ് പഠിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന താല്പര്യം വർദ്ധിക്കുവാനും ബുദ്ധികൂർമ്മതയും ഓർമ്മശക്തിയും വർദ്ധിക്കുവാനും ഉത്തമമായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ചില കുട്ടികൾ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് അവർക്ക് വളരെ കൃത്യനിഷ്ഠയോടുകൂടി അച്ചടക്കത്തോടുകൂടി ഇരുന്ന് പഠിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കാറില്ല. അവരുടെ എനർജി ലെവൽ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കുട്ടികളെ ചില ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ അവരുടെ എനർജി ലെവൽസ് ഒന്ന് ന്യൂട്രൽ ആക്കുകയും അവർക്ക് അച്ചടക്കത്തോടുകൂടി കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം കുട്ടികൾ കിഴക്ക് ദിക്കിലേക്ക് അഭിമുഖമായി ഇരുന്ന് പഠിക്കുന്നതും പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുവാനും പഠനത്തിൽ മിടുക്കരാകുവാനും ഉത്തമമാണ്. അതോടൊപ്പം നല്ല പഠിക്കാനിരിക്കുന്ന റൂമിൻ്റെ ജനാലകളൊക്കെ തുറന്നിടുകയും നല്ല സൂര്യപ്രകാശവും വായുവും കടന്നു വരുന്ന റൂമുകളിൽ ഇരുന്ന് പഠിക്കുന്നതും പഠന റൂമിനോട് തൊട്ടടുത്ത് തന്നെ നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും അതിൽ നല്ല ശുദ്ധമായ ഓക്സിജൻ ധാരാളമായി ലഭിക്കുന്നതും കുട്ടികളുടെ പഠന
പുരോഗതിക്ക് വളരെ ഉത്തമമായി കണ്ടുവരുന്നു. അതോടൊപ്പം ചില യോഗാസനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും അവരുടെ പഠന താല്പര്യം വർദ്ധിക്കുന്നതിനും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിനും ഉത്തമമായി കണ്ടുവരുന്നു. അതോടൊപ്പം ചില ആയുർവേദങ്ങളിൽ പറയപ്പെടുന്ന ബ്രഹ്മി, വയമ്പ് എന്നിവ കഴിക്കുന്നതും ബുദ്ധി കൂർമ്മതയ്ക്കും ഓർമ്മശക്തി വർദ്ധിക്കുവാനും ഉത്തമമായി കണ്ടുവരുന്നു. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള കുടകൻ, മുത്തിൽ എന്നറിയപ്പെടുന്ന ഒരു ചെടിയുടെ അതൊരു നിലം ചെടിയാണ്, പുല്ലുവർഗത്തിൽപ്പെടുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഇല ഭക്ഷണമായി കഴിക്കുന്നതും ബുദ്ധി വർദ്ധിക്കുവാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനും വളരെ ഉത്തമമായി കണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ പഠന തടസ്സമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് അതിനുശേഷം പഠനത്തിൽ വേണ്ട പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് യെസ് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.